പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു. കളമശ്ശേരി ഏലൂർ ഭാഗത്താണ് മീനുകൾ ചത്തുപൊങ്ങിയത്. വൻതോതിൽ വിഷാംശം ഫാക്ടറികളിൽ നിന്ന് പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടതായി സംശയമുണ്ട്. എടയാർ വ്യവസായ മേഖലയിലെ രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുന്നതായി നാട്ടുകാരുടെ ആരോപണവുമുണ്ട്. ലിബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലിബി സജീന്ദ്രൻ, അല്പസമയം മുമ്പാണ് ഒരു പ്രേക്ഷകൻ നമുക്ക് യൂട്യൂബിൽ കമന്റ് ഇട്ടത് ഈ പെരിയാറിലെ മലിനജലത്തിന്റെ വിവരം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലേ എന്ന്. ലിബി, വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് മനസ്സിലാക്കുന്നത്? അവിടെ എടയാർ മേഖലയിൽ നിന്ന് വരുന്ന മലിനജലമുണ്ട്, ഒപ്പം തന്നെ എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന മലിനജലവും ഇതിലുണ്ട് എന്നാണ്. കുടിക്കാൻ പറ്റാത്ത വിധത്തിൽ, മത്സ്യത്തിന് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ മലിനമായോ പെരിയാർ? തീർച്ചയായും ഡോക്ടർ അരുൺ, പെരിയാറിലെ രാസമാലിന്യം കലരുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളൊക്കെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴും ഉയരുന്നൊരു പ്രശ്നവുമാണ് ഇത്. ഇപ്പോൾ കഴിഞ്ഞ സമീപകാലത്തൊന്നും ഇല്ലാത്തത്രയും അധികം അളവിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി ഇത്തരത്തിൽ പെരിയാറിന് ഇരു കരകളിലുമായുള്ള വ്യവസായ മേഖലയിൽ നിന്ന് രാസമാലിന്യം ഒഴുകിയെത്തി അതിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ മത്സ്യങ്ങൾ ഇത്തരത്തിൽ ചത്തുപൊങ്ങുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ ഒന്നും കാണാത്തത്രയും അധികം മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് ഏലൂർ ഭാഗത്തുള്ള പെരിയാറിൻ്റെ തീരഭാഗത്തേക്ക് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയെത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി നാട്ടുകാർ പെട്ടെന്ന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പിഴല, അതുപോലെ തന്നെ മൂലംപിള്ളി, ചേരാനെല്ലൂർ ഭാഗങ്ങളിലെല്ലാം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി തുടങ്ങി. ഇതിൽ മറ്റൊരു അപകടകരമായ കാര്യവുമുണ്ട് ഡോക്ടർ അരുൺ. കാരണം നമ്മുടെ ആളുകൾക്ക് ഒരു ഇത് സംബന്ധിച്ചുള്ള ഒരു പരിജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് മത്സ്യങ്ങൾ ഇതുപോലെ ശ്വാസം കിട്ടാതെ, അടിത്തട്ടിൽ മത്സ്യങ്ങൾക്ക് ശ്വാസം കിട്ടാതെ ഇത് മേൽത്തട്ടിലേക്ക് വരുന്നു. ചില മത്സ്യങ്ങൾ ജീവൻ ശേഷിക്കുന്ന മത്സ്യങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആളുകൾ കൂട്ടത്തോടൊത്തി ഇതിനെ വല വീശി പിടിക്കുന്ന ഒരു ദുരവസ്ഥയും ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ആളുകളെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് അധികൃതർക്ക് തീർച്ചയായിട്ടും ലബി, പ്രേക്ഷക ശ്രദ്ധിക്കുക. താങ്ക് യു ലബി. മുന്നറിയിപ്പ് നന്നായി പ്രേക്ഷക ശ്രദ്ധിക്കുക. പെരിയാറിലെ മലിനജലം മൂലം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുമ്പോൾ ആ മത്സ്യം പിടിക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത്, ആ മത്സ്യം വലയിലാക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത്. രാസമാലിന്യമാണ്, അതുണ്ടാക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല എന്ന് കൂടി അറിയിക്കട്ടെ. പെരിയാറിലെ മലിനജലം മൂലം മത്സ്യം കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ലേബി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ മത്സ്യം ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷിക്കരുത്, അത് അപകടകരമാണ്, രാസമാലിന്യം കലർന്നതാണ് ആ മത്സ്യ ശരീരം. അതുകൊണ്ട് നിങ്ങൾ ആ മത്സ്യം ഭക്ഷിക്കാൻ പോകരുത്.